ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ GT വേഴ്സസ് KKR തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് ഡീപ്പായിട്ടൊന്നും അല്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് മത്സരം എങ്ങനെ നടക്കും, നിങ്ങൾക്ക് എന്തൊക്കെ ടിപ്സ് വേണം അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വലിച്ചുവാരി പറയുന്ന പരിപാടി ഞാൻ നിർത്തി, ഇതിലാകെ കുറച്ച് റിപ്പോർട്ട്സേ ഉള്ളൂ. വലിച്ചുവാരി പറയുന്ന പരിപാടിയൊക്കെ നിർത്തി, നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ അതുവരെ അതിന് വേണ്ടിയിട്ട് ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതുവരെ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു 10,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ ഇനി വെറും 200 സബ്സ്ക്രൈബേഴ്സ് മതി. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, ചെയ്യാത്തവരാണെങ്കിൽ. ഓക്കെ, ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു മത്സരം നടക്കുന്നത് മെയ് 13 തീയതി കൃത്യം 7:30 നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ KKRനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി പ്ലേ ഓഫ് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ GT ആണെങ്കിൽ ഒരു എലിമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മത്സരങ്ങളുടെ വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം എന്ത് നടക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനിയുള്ള മത്സരങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. അത് നിങ്ങൾ ആരുടെയൊക്കെ പ്രഡിക്ഷൻ കണ്ടാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും മാച്ച് നടക്കണം എന്നില്ല, കൂടുതലും നടക്കത്തില്ല. മേ ബി ചില മത്സരങ്ങൾ മാത്രം നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ആയിരിക്കും നടക്കുന്നത്. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ മത്സരമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന കുറച്ച് പെർഫോമൻസും പോയിന്റ് ടേബിളും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിന്റ് ടേബിൾ നോക്കാം. അപ്പം നമ്മുടെ GT ഇതെന്തുവാ ഈ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളതാ. നമ്മുടെ GTയുടെ പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് GT 8ാമത്തെ സ്ഥാനത്താണ് കിടക്കുന്നത്. 12 മത്സരങ്ങളിൽ നിന്ന് 10 മത്സരം വിൻ ചെയ്ത് 8ാം സ്ഥാനത്താണ് കിടക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് എലിമിനേറ്റ് ആയി, പഞ്ചാബ് കിങ്സ് എലിമിനേറ്റ് ആയി, RCB GT ഏകദേശം എലിമിനേറ്റ് ആയ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRH ഇനിയുള്ള 2 മത്സരം വിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മത്സരമെങ്കിലും വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പോസിബിലിറ്റീസ് ആണ്, പ്ലേ ഓഫ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി ഇപ്പോൾ ക്വാളിഫൈ ആയ ഒരേ ഒരു ടീം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ KKR തന്നെയാണ് കേട്ടോ. അപ്പോൾ KKRനെ ഓൾറെഡി ക്വാളിഫൈ, KKRും GTയും തമ്മിലാണ് കളിക്കുന്നത്. ഒരു ബന്ധമില്ലാത്ത മത്സരമാണ്, എന്തിനാന്നും കൂടെ അറിയത്തില്ല. ഓക്കെ, അത്യാവശ്യം നല്ല റൺ റേറ്റ് ആണ് KKRന്. KKRത്തെ പ്ലേ ഓഫ്സ് ഒക്കെ റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരങ്ങൾ നല്ല ഫോമാണ്. റീസെൻ്റ് ആയിട്ട് KKR പ്ലേ ഓഫ്സ് കളിച്ച് അത്യാവശ്യം നല്ല പോയിന്റ്സ് മേടിച്ച ഒരു മത്സരത്തിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. മുംബൈ ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ KKRനായിരുന്നു. ഓക്കെ, അത് കൊൽക്കത്തയിൽ തന്നെ ആയിരുന്നു കേട്ടോ മത്സരം. അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത് നിതീഷാണ്, ദെൻ ശ്രേയസ് വെങ്കിടേഷ് ഒക്കെ ആയിരുന്നു. സുനിൽ നരേനൊക്കെ ഡക്ക് ആവുമായിരുന്നു ചെയ്തത്. ദെൻ അതുപോലെ തന്നെ നുവാൻ തുഷാര, അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ, ദെൻ പീയൂഷ് ചോള, അങ്ങനെയുള്ള ആൾക്കാരാണ് വിക്കറ്റ് എടുത്തത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് നോക്കുന്ന സമയത്ത് ഇഷാൻ കിഷൻ മാത്രമാണ് കുറച്ചെങ്കിലും റൺസ് സ്കോർ ചെയ്തത്, 40 റൺസ്. അതുപോലെ തന്നെ തിലക് വർമ്മ റൺസ് സ്കോർ ചെയ്തിരുന്നു. ബാക്കി എല്ലാവരും പെട്ടെന്ന് ഔട്ടായി പോകുമായിരുന്നു. ടീം കംപ്ലീറ്റ്ലി ഓൾ ഔട്ടായില്ല, പക്ഷേ പറഞ്ഞ ഓവർ എത്താറാകുമ്പോഴേക്കും ഫുള്ള് ഡൗൺ ആയിപ്പോയി. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് അത് നോക്കാൻ വേണ്ടി നമ്മൾ വന്നത്. എന്തോ ഒരു ഓർമ്മയിൽ എങ്ങനെ ബാക്ക് അടിച്ചു. ഇതിൽ കൂടുതൽ വിക്കറ്റ്സ് എടുത്ത് 2 വിക്കറ്റ് റസൽ, 2 വിക്കറ്റ് ചക്രവർത്തി, 1 വിക്കറ്റ് നരൻ, 2 വിക്കറ്റ് ഹർഷിത് റാണ. ഈ ഹർഷിത് റാണ റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല ഫോമാണ്, പക്ഷേ മിച്ചൽ സ്റ്റാർക്കല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ, പക്ഷേ വിക്കറ്റ്സ് എടുത്ത് ഹർഷിത് റാണയാണ് കണ്ടത്. അതാണ് ഇതുപോലെ ഓരോ പറയാൻ പറ്റാത്ത ഇൻസിഡൻസ് ഉണ്ടാവും ഇനിയുള്ള മത്സരങ്ങളിൽ. സോ പ്രഡിക്ഷൻ ഏകദേശം ഒരു 50% ഇനി വർക്കൗട്ട് ആവുള്ളൂ. ഇതുവരെ 75% വർക്കൗട്ട് ആയിട്ടുണ്ട്, ബട്ട് ഇപ്പോൾ 50% മാത്രമേ വർക്കൗട്ട് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അഹമ്മദാബാദിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ GT വേഴ്സസ് RCB തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. 3:30 നടന്ന ഒരു മത്സരമായിരുന്നു കേട്ടോ. അത് ഈസി ആയിട്ട് നമ്മുടെ RCB വിൻ ചെയ്ത മത്സരം. മറ്റേ വിൽ ജാക്സ് ഒരു 100 അടിച്ചില്ലേ, ആ ഒരു മത്സരമായിരുന്നു. ഇവിടെ അധികം വിക്കറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വപ്നിൽ സിംഗ്, സിരാജ്, ദെൻ അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ ഓരോ വിക്കറ്റ്, ആകെ ഒരു സ്പിന്നർ മാത്രമേ വിക്കറ്റ് എടുത്തുള്ളൂ. ഇപ്പുറത്തെ ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് സായി കിഷോർ 1 വിക്കറ്റ് എടുത്തു. ആകെ 2 വിക്കറ്റ് സ്പിന്നറും 2 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും, ആകെ 4 വിക്കറ്റ് പോയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ കണക്കൊന്നും എടുത്ത് പറയാനില്ല. കംപ്ലീറ്റ്ലി ബാറ്റിംഗ് ഓറിയൻറ്റഡ് ആയുള്ള ഒരു ഗ്രൗണ്ടാണ്. സോ നല്ല രീതിയിൽ റൺസ് വരേണ്ട ഒരു ഗ്രൗണ്ടാണ്. ഇതിന് മുന്നേ നടന്നൊരു മത്സരം കൂടെ നമുക്ക് നോക്കാം.
ഇതെന്തുവാ ഈ നമ്മുടെ ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അധികം മത്സരമില്ല, നമ്മുടെ DC വേഴ്സസ് GT തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. അതോ ഒരു ഓൾ ഔട്ടായ കളി. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മാച്ച് 200 റൺസ്, അത് ഒരു വിക്കറ്റിൽ വേറെ 16ാമത്തെ ഓവറിൽ വിൻ ചെയ്തു. GT വേഴ്സസ് RCB, GT വേഴ്സസ് DC നോക്കുന്ന സമയത്ത് 89 ഓൾ ഔട്ട്. GT ആണ് ഫസ്റ്റ് ബാറ്റിംഗ്. കഴിഞ്ഞ മത്സരം RCBയുടെ കൂടെ കളിച്ചപ്പോൾ അത് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത്. പക്ഷെ ഇവിടെ കണ്ടില്ല, നേരെ തിരിഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളതാണ്. ബട്ട് 2-3 കാര്യങ്ങൾ ഉറപ്പുതരാം. കൂടുതൽ സപ്പോർട്ട് ഫാസ്റ്റ് ബൗളേഴ്സിനാണ്, അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യും. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരായിരിക്കും നിങ്ങൾക്ക് സേഫ് ആയിട്ടുണ്ടാവുക. ദെൻ മിഡിൽ ഓവറിൽ കവർ ചെയ്യുന്ന ഒരു സ്പിന്നറും, ദെൻ ലാസ്റ്റ് ഓവറും ഫസ്റ്റ് 2 ഓവേഴ്സും കവർ ചെയ്യുന്ന ഫാസ്റ്റ് ബൗളേഴ്സും. അങ്ങനെയാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ GTയിലാണെങ്കിൽ മോഹിത് ശർമ്മയുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പിന്നെ ആരാള്, സന്ദീപ് വാര്യർ ഉണ്ട്. ഇമ്പാക്റ്റ് ആയിട്ട് വന്നതിന് സന്ദീപ് വാര്യർ അങ്ങനെ പെടുത്താം നമുക്ക്. ദെൻ അതുപോലെ തന്നെ KKRലാണെങ്കിൽ ഹർഷിത് റാണയുണ്ട്. ദെൻ റസൽ നല്ല ഓപ്ഷനാണ്, ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ഉണ്ട്, അത് നല്ല ഓപ്ഷനാണ്. ദെൻ വരുൺ ചക്രവർത്തി മിഡിൽ ഓവർ കവർ ചെയ്യുന്ന ഒരു സ്പിന്നറാണ്, സോ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം അങ്ങനത്തെ പ്ലേയേഴ്സിനെ കൂടുതൽ നിങ്ങളുടെ ടീമിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് പോസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ പിച്ച് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. മാക്സിമം എത്ര റൺസ് വരെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്കോറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു 150 എബോവ് പ്രതീക്ഷിക്കാം, 150 മുകളിൽ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ബാറ്റിംഗ് ഏത് ടീമിനാണെങ്കിലും മാക്സിമം റൺസ് സ്കോർ ചെയ്യുക, അതാണ് ഒരു ക്രൈറ്റീരിയ. അത് ഏത് ടീമാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യത്തുള്ളൂ. ദെൻ വിക്കറ്റ്സ് ഫോളോ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഒരു ടീം ഡൗൺ ആവും. കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. എസ്പെഷ്യലി GT കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്ത് നന്നായി കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം കൊൽക്കത്ത ഈസ് ഓൾവേസ് ക്വാളിഫൈഡ്. ബട്ട് എന്താണ്, അവർക്ക് ഇനിയുള്ള ഒരു മത്സരം കൂടെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പൊസിഷൻ സേഫ് ആയിരിക്കും. ഇപ്പോൾ ഒരു മാച്ച് കൂടെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ RRനാണെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ RRനെക്കാട്ടിലും ടോപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ഒരു ടീമിന് ഫസ്റ്റ് ഒരു മത്സരം കളിച്ച് കഴിഞ്ഞാൽ ആ ഒരു മത്സരം വിൻ ചെയ്ത ഡയറക്റ്റ് ഫൈനലാണ്. ബാക്കിയുള്ള സെക്കൻഡും തേർഡും ഫോർത്തിനും അങ്ങനെയല്ല, കളിച്ച് ജയിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ ഫസ്റ്റ് ക്വാളിഫൈ പെട്ടെന്ന് ഒരു ഫൈനലിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരിക എന്നുള്ള ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട്. അപ്പോൾ KKRന്റെ ഭാഗത്തുനിന്നും GTയുടെ ഭാഗത്തുനിന്നും നല്ലൊരു പ്രഷർ ഉണ്ടാവും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൂടുതലും KKR ആയിരിക്കും പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക. ബട്ട് GT പെർഫോം ചെയ്യും, കാരണം ഇതുവരെ എത്രയും മത്സരങ്ങൾ തോറ്റല്ലേ. സോ അവർക്കൊരു നല്ലൊരു ഇമ്പാക്റ്റ് വരുത്താൻ വേണ്ടി, കാരണം ഇനി ആകെ 2 മത്സരമേ ഉള്ളൂ GTക്കൊക്കെ നോക്കുന്ന സമയത്ത്. ഏകദേശം 12 മത്സരം, ഇനി 2 മത്സരമേ ഉള്ളൂ. ഉള്ള 2 മത്സരമെങ്കിലും അത്യാവശ്യം നല്ല പോയിന്റ്സ് എടുത്ത് 14 പോയിന്റെങ്കിലും ആയിട്ട് മുന്നോട്ട് പോവുക. അതായത് എലിമിനേറ്റ് ആയിട്ട് ടീമിന്റെ പോയിന്റ് ടേബിൾ ലാസ്റ്റ് വരാതെ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാനേ ശ്രമിക്കത്തുള്ളൂ. സോ GTയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും കൂടുതലും മത്സരം നടക്കുന്നത്. പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. കുറച്ചുകൂടെ ടിപ്സ് പറയുന്നതിന് മുന്നേ, ഇതുവരെ നമ്മുടെ ഫോക്കസ് 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി ഇവർ ഗിവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസ് കുറവായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ മേടിക്കുന്നത്. നമ്മുടെ ഡ്രീം 11ൽ ഈ ഒരു 777 രൂപയുടെ കോൺടെസ്റ്റ് അവിടെ 850 ആയിരിക്കും. ഇവർ ഈ 777 എൻട്രി ഫീസ് കുറഞ്ഞ് 666 കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടില്ലേ, ഫ്രീ ആയിട്ട് ₹0 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് 1000, 500 അങ്ങനെ ഏകദേശം 1000 പേർക്ക് ₹1 വെച്ച് കിട്ടുന്നുണ്ട്. നമ്മൾ ₹0 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് കാര്യമാണ് പറഞ്ഞ്. പിന്നെ 5-in-1 പ്ലേയേഴ്സ് ഫാൻറ്റസി ആപ്ലിക്കേഷൻസിലൊക്കെ ആദ്യമായിട്ട് വന്നൊരു ഇതാണ്. വേറെ 6 പേരെ മാത്രം ചൂസ് ചെയ്തിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേറെ ഏത് ആപ്ലിക്കേഷനിലുള്ളൂ. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതെ തീർച്ചയായിട്ടും നമ്മുടെ ഫോക്കസിലാണ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് ₹500 ക്യാഷ് ബോണസ് ആയിട്ട് കിട്ടും. അത് വെച്ച് കുറച്ച് കളിക്കാനും സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിലും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യാത്തതിന് ചോയ്സിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. എൻട്രി ഫീസൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരേറ്റീവ്ലി കുറവാണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് തരം ഡിഫറൻറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ റൺ ആവുന്നുണ്ട്. ഡിസ്കൗണ്ട് കൂപ്പൺസ് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കാണാൻ പറ്റുമല്ലോ. അതായത് നമ്മളെ ഡ്രീം 11 കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കോൺടെസ്റ്റ് ഡ്രീം 11 3850 രൂപയാണ്. പക്ഷേ ഇവിടെ വെറും 3500 ഉള്ളൂ. ഏകദേശം ഒരു 350 രൂപയുടെ വേരിയേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. വിന്നിങ് ബ്രേക്കപ്പ് ഒക്കെ സെയിം ആണ്, പ്രൈസ് വിന്നിങ് എമൗണ്ട് ഒക്കെ സെയിം ആണ്. ബട്ട്
ആ ഒരു എൻട്രി ഫീസിൽ നമുക്ക് ഡിഫറൻസ് നമുക്ക് ഏറ്റവും കുറവ് അതല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഇത് ട്രൈ ചെയ്യാതെ തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സിനെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കുബേര ഫാൻറ്റസി ഇതുവരെ യൂസ് ചെയ്തതിന് തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട മറ്റൊരു കിഡിലെ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലാണ് ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മളെ വേറെ ഏത് ആപ്ലിക്കേഷനിൽ ഇല്ലാത്ത ഒരു കിഡിലെ ഫീച്ചറാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഫാൻറ്റസി ആപ്ലിക്കേഷനിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഡ്യുവോ ഓപ്ഷൻ നമ്മുടെ കുബേര ഫാൻറ്റസിയാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഡ്രീം ലെവലിൽ ഏകദേശം 299 രൂപ വരുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡ്യുവോ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അങ്ങനെ ഒരാളെ പിക്ക് ചെയ്ത് നിങ്ങൾ ടീം ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിൻ ആവാൻ പറ്റും. ഈ 5 പ്ലേയേഴ്സിൽ ഒരാളെ പിക്ക് ചെയ്ത് നമുക്ക് കളിച്ചാൽ മതി. അല്ലെങ്കിൽ 22 പ്ലേയേഴ്സിന് 11 പ്ലേയേഴ്സിന് പിക്ക് ചെയ്യാൻ അത്രയും ടഫ് ഒന്നുമില്ല. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കുബേര ഫാൻറ്റസി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോൺസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ നമ്മളെ ലിങ്ക് വഴി കയറി തന്നെ വേണം കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ വിഷനിലും ആപ്ലിക്കേഷനിലും ഡെയിലി 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഗിവ് കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് ഈ ഒരു ഗിവ് തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡെയിലി 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഗിവ്, ഇത് 50,000 അല്ല 1 ലാഖിനാണ്. ഓരോ ദിവസങ്ങളിൽ ഓരോ രീതിക്കാണ് കേട്ടോ ഇവർ ഗിവ് കൊടുക്കുന്നത്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിഷനിലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ആപ്ലിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താല്പര്യമുള്ള മാത്രം ഡൗൺലോഡ് ചെയ്യുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിനെ പറ്റി തന്നെ നോക്കാം. ആദ്യം തന്നെ GT-ലാകുമ്പോൾ സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, തന്നെ മാത്യു വൈഡ്, ഷാറൂഖ് ഖാൻ, ദെൻ ഡേവിഡ് മില്ലർ, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, നൂർ അഹമ്മദ്, മോഹിത് ശർമ്മ, ദെൻ കാർത്തിക് ടാഗി, സന്ദീപ് വാര്യർ, ഇത്രയും പേരാണുള്ള. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ സായ് കിഷോർ വരാൻ ചാൻസ് ഉള്ള ഒരു സ്പിന്നറാണ്. അതേപോലെ തന്നെ KKR നോക്കുന്ന സമയത്ത് ഫിലിപ്പ് സാൽ, സുനിൽ നരേൻ, അതുപോലെ തന്നെ രഘുവാൻഷി, ദെൻ അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, ആന്ദ്രിയ റസൽ, റിങ്കു സിംഗ്, റവദീപ് സിംഗ്, ദെൻ അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാഗ്, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വൈഭവ് ഓര വരാൻ ചാൻസ് ഉണ്ട്. സോ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫാസ്റ്റ് ബോളേഴ്സിനെ നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ KKR വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാറ്റിംഗ് സെക്ഷനിൽ ഫിലിപ്പ് സാൾട്ടിനെ തന്നെ പിക്ക് ചെയ്യാം. റീസെൻ്റ് ആയിട്ട് കുറച്ച് മോശം പെർഫോമൻസ് ആണെങ്കിലും ഈ ഒരു ഇൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബൗളേഴ്സിനെ പിക്ക് ചെയ്തിട്ട് വരാം. നമ്മളെ 2 ടീമിലും മെയിൻ ഒരു സ്പിന്നേഴ്സ് ആയിട്ട് 2 ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടീമിൽ നിന്ന് ഓരോ ഫാസ്റ്റ് ബോളറാണ്. മോഹിത് ശർമ്മയാണ് ഞാൻ നമ്മുടെ GT-ന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് KKR എന്നാണെങ്കിൽ ഹർഷിത് റാണ എടുക്കുന്നുണ്ട്. കാരണം റാണയുടെ റീസെൻറ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ എല്ലാ മത്സരങ്ങളും ഡ്രീം ടീമിൽ പോയിട്ടുണ്ട്. ലാസ്റ്റ് കളിച്ച എല്ലാ മത്സരങ്ങളും ഡ്രീം ടീമിലോട്ട് കയറിയ ഒരു പ്ലെയറാണ്. അത്യാവശ്യം പോയിന്റ്സ് എടുക്കുന്നുണ്ടാണല്ലോ ഡ്രീം ടീമിലോട്ട് കയറുന്നത്. സോ അദ്ദേഹത്തെ നമുക്ക് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ സുനിൽ നരേൻ, ആന്ദ്രിയ റസൽ, 2 പേരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ടോപ്പ് ഓർഡറിൽ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ഉണ്ട്. ഇതിലൊരാൾ പെട്ടെന്ന് ഔട്ടാവും. അത് ആരാണെന്നുള്ളത് നല്ലൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആരാണോ തോന്നുന്നത് അത് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 2 ആളെ നിങ്ങളുടെ ടീമിലോട്ട് ഇടാം. പക്ഷെ ഒരാൾ പെട്ടെന്ന് തന്നെ ഔട്ടായി പോകും. അത് റൺസ് ബിലോ 30 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ശ്രേയസ് അയ്യറിനെ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം റീസെൻ്റ് ആയിട്ട് അദ്ദേഹം പെട്ടെന്ന് ഔട്ടായതുകൊണ്ട് ഈ ഒരു മത്സരം നല്ല രീതിയിൽ നോക്കി ശ്രദ്ധിച്ച് കളിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ. ഓക്കെ, ഒരാളെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ സായ് സുദർശനും ഗില്ലിനെ ഇടാം. നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പോവുകയാണെങ്കിൽ സായ് സുദർശനും ഗില്ലും പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പിക്ക് ചെയ്തിട്ട് സായ് സുദർശൻ മാത്രമാണെങ്കിൽ സായ് സുദർശനെ പിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷാറൂഖ് ഖാനിലോട്ട് പോകാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ക്യാപ്റ്റൻ VC കൂടെ നമുക്കൊന്ന് കൊടുക്കാം. ക്യാപ്റ്റൻസി കൂടുതലായിട്ട് എല്ലാവരും സുനിൽ നാരായണനെ ആയിരിക്കും കൊടുക്കുന്നത്. സുനിൽ നാരായണൻ നല്ലൊരു പെർഫോം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുനിൽ നാരായണനെ ക്യാപ്റ്റൻ കൊടുത്തോളൂ. നമുക്ക് എന്തായാലും നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ആണ് എന്നുള്ള രീതിക്കാണ് ഞാൻ കൊടുക്കുന്നത്. ക്യാപ്റ്റൻസി സുനിൽ നാരായണനെ, വൈസ് ക്യാപ്റ്റൻസി നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊടുക്കാം. ഒബ്വിയസ്ലി റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് സായ് സുദർശൻ കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊടുക്കുന്നത്. കാരണം നമ്മുടെ അഗെയിൻസ്റ്റ് CSK ആയിട്ടുള്ള മത്സരമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത്രയും ടോപ്പ് ബോളേഴ്സുള്ള ബോളിങ്ങിൽ അദ്ദേഹം ഔട്ടായില്ല. ബട്ട് എന്തായാലും അപ്പോൾ ഇതിൽ എന്തായാലും അദ്ദേഹം നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ അതുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ പിക്ക് ചെയ്തത്. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ടിപ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്താൽ മെമ്പേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം നോക്കാം. ഫിലിപ്പ് സാൽ, ഡേവിഡ് മില്ലർ, ശ്രേയസ് അയ്യർ, സായ് സുദർശൻ, സുനിൽ നരേൻ, ആന്ദ്രിയ റസൽ, ഷാറൂഖ് ഖാൻ, മോഹിത് ശർമ്മ, റാഷിദ് ഖാൻ, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.